ശ്രീമതി ദീപാനിൽ. ഒരു വശത്ത് വന്ദേ മാതരം ആലാപനം നടക്കുന്നു, മറുവശത്ത് വന്ദേ മാതരം പൂർണ്ണമായും പാടിത്തീരാൻ സമ്മതിക്കുന്നില്ല, സ്റ്റോപ്പ് എന്നുള്ളതാണ് ACC ആസ്ഥാനത്ത് നിന്നും രാജ്യം കണ്ടത്. കേരളത്തിലേക്ക് വരുമ്പോൾ വന്ദേ മാതരം പാടുന്നില്ല. അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ കർണാടകയിലും ഹിമാചലിലും ഒക്കെ വന്ദേ മാതരം മുഴുവനായി പാടുന്നു. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്? ഈ ദേശീയ ഗീതവും ദേശീയതയും ഒക്കെ ചർച്ചയാകുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ വിവാദമാക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം? കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ നിലപാടാണ് ഞാൻ പറയാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിലപാട് വന്ദേ മാതരം 2 സ്റ്റാൻസ് തന്നെ പാടിയാൽ മതി എന്നുള്ളതാണ്. നമ്മൾ കാലാകാലങ്ങളായിട്ട് വന്ദേ മാതരം, ഞാനൊക്കെ എൻ്റെ കൊച്ചുനാൾ മുതൽ വന്ദേ മാതരം കേട്ടു വരുമ്പോൾ ആ 2ാമത്തെ സ്റ്റാൻസോട് തീരുന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും അത് തന്നെ ആയിരിക്കണം കേട്ടിട്ടുള്ളത്. നമ്മൾ സ്കൂളിൽ തൊട്ട് പാടുമ്പോഴും ഈ വന്ദേ മാതരം പഠിക്കുമ്പോഴും ഒക്കെ തീർച്ചയായിട്ടും എല്ലാ ഇടങ്ങളിലും കോൺഗ്രസ് വന്ദേ മാതരം പാടാറുണ്ട്. പാടുമ്പോൾ ആ 2 സ്റ്റാൻസ് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതൊരു തീരുമാനമായിരുന്നു 2 സ്റ്റാൻസ് മാത്രം പാടിയാൽ മതിയെന്ന്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അതിലെ 2 സ്റ്റാൻസുകളെന്ന് പറയുന്നത് ഒരു ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ്. ഇതിൽ 2 സ്റ്റാൻസുകളെന്ന് പറയുന്നത് രാജ്യത്തെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ മാതാവിനെ നമിച്ചുകൊണ്ടുള്ളത്, വന്ദിച്ചുകൊണ്ടുള്ള പാട്ടാണ്. ഒരു 2 സ്റ്റാൻസയാണ് അതിലുള്ളത്, ശ്ലോകങ്ങൾ. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു ഏകപക്ഷീയമായിട്ട് ഒരു ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള, ഒരു മതേതര രാജ്യത്തിൽ ഏകപക്ഷീയമായിട്ട് ഒരു ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് അത് വേണ്ട എന്ന്, അതൊരു ദേശീയ ഗീതമായിട്ട് അത് പാടണ്ട, അത് ചൊല്ലണ്ട എന്ന് നേരത്തെ എടുത്ത തീരുമാനം, അത് മറ്റുള്ളവരും അത് ഫോളോ ചെയ്ത് വരുന്നു, അങ്ങനെ വന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വന്ദേ മാതരം ഒരു വിവാദത്തിലേക്ക് വരുന്നു. പിന്നീടുള്ള സ്റ്റാൻസകളും പാടണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കോൺഗ്രസിൻ്റെ നിലപാട് പഴയതുപോലെ വന്ദേ മാതരം 2 സ്റ്റാൻസ പാടിയാൽ മതി എന്നുള്ളതാണ്. ഇത്തരമൊരു വിവാദത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ വന്ദേ മാതരം പാടണ്ട എന്ന് തീരുമാനമെടുത്തത്. ഗവൺമെൻറ് തീരുമാനമെടുത്ത് അത് പാടാതിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും അത് പാടാൻ പാടില്ലായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊരു വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു പുതിയ ഒരു രീതിയാണ്. പുതിയതായിട്ടൊരു രീതി കൊണ്ടുവരുമ്പോൾ അതാര് കൊണ്ടുവരുന്നു, എന്തിന് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട? ഇപ്പോൾ മറ്റൊരു അജണ്ടയുമില്ല, ആദ്യം മുതലേ ഇത് പാടുകയാണ്, വേറെ അജണ്ടയൊന്നുമില്ല എങ്കിൽ ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് കൊണ്ടുവരുന്നത് പ്രത്യേക അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ഇതിനൊരു വിവാദമാക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ പുറത്തുനിന്ന് ഹയർ ചെയ്ത സിംഗേഴ്സ് അത് പാടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലുള്ള രാഷ്ട്രീയവും അരാഷ്ട്രീയവും ഒന്നും അറിയില്ല. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏത് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ മുഴുവൻ വേർഷൻ പാടും. കാര്യം ഒരു സംഭവം വിവാദമാകുമ്പോൾ അതായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആവുന്നത് അതായിരിക്കും. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് ഈ രാഷ്ട്രീയവാദങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ അറിയാഞ്ഞിട്ടായിരിക്കാം അവരത് മുഴുവൻ പാടുന്നു. പക്ഷേ സോണിയാഗാന്ധി കൃത്യമായിട്ടും ഈ കോൺഗ്രസിൻ്റെ നിലപാട് അവിടെ വ്യക്തമാക്കിക്കൊണ്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ 2 സ്റ്റാൻസ അത് മതി, അത്രയും മതി. അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ എന്ന് ഇന്ത്യയുടെ നിലപാടാണല്ലോ. ഇന്ത്യ ഇത്രയും വർഷം എങ്ങനെയാണോ ചെയ്തത് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. അല്ലാതെ പുതിയതായിട്ടൊരു അജണ്ട കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഒരു ദേശീയ ഗീതത്തിന് വരെ, എന്താണ് ഈ ദേശീയ ഗീതത്തിനോട് ഇത്ര താല്പര്യം? ഈ എന്താണ് ദേശീയ പതാക ദുശകനമാണെന്ന് പറഞ്ഞവരല്ലേ? ഈ നമ്മുടെ ഭരണഘടനയെ അനുസരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരല്ലേ? ഭരണഘടന മാറ്റി മനുസ്മൃതിയാക്കണം എന്ന് പറയുന്ന ആളുകളല്ലേ? ഇവർ കൊണ്ടുവരുമ്പോൾ ഇവർ ദേശീയ ഗീതം മുഴുവൻ ഒരു ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്ന രീതിയിലുള്ള ഇത് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് അജണ്ടയുണ്ട്, മറ്റൊരു അജണ്ട ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. കോൺഗ്രസ് എപ്പോഴും മതേതരത്വത്തിനൊപ്പമാണ്.